അങ്ങനെ സയൻസ് ഫിക്ഷൻ സിനിമകൾ അല്ലെങ്കിൽ ഒരുപാട് VFXും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ മിത്തും ഒക്കെ കൂടിക്കലർന്നിട്ടുള്ള സിനിമകൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് വരുന്നുണ്ട്. അതിലിപ്പോൾ ഒരു ബാർ സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മലയാള സിനിമ ലോക. ആ ഒരു ടൈമിൽ നമ്മുടെ ഇവിടെ തന്നെ വന്നിട്ടുള്ള 2-3 ട്രെയിലേഴ്സ് ഉണ്ട്. ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമ, അപ്പോൾ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. പിന്നെ മിറായ് എന്ന് പറയുന്ന തെലുഗു സിനിമ. ഇതിലെല്ലാം ഒരുപാട് ആ ഒരു വിഷ്വലൊക്കെ കാണുമ്പോൾ തന്നെ VFXും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ട്രെയിലർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ആദ്യം ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു ഫസ്റ്റ് പഞ്ച്, അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. പ്രദീപ് രംഗനാഥനാണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. SJ സൂര്യ ഇതിൽ വില്ലനാണ്. കൃതി ഷെട്ടിയാണ് നായിക. അപ്പം SJ സൂര്യ വില്ലൻ എന്ന് പറയുമ്പം ടിപ്പിക്കലി നമ്മൾ കണ്ടിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കോമഡി സംഭവങ്ങളൊക്കെ ഉള്ളൊരു സിനിമയാവാൻ തന്നെയാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. വിഘ്നേഷ് ശിവനാണ് ഇത് സിനിമയുടെ കഥയും ഡയറക്ഷനും. வருஷம் 2040 ஆனா ஒருத்தன் இல்லாத ஒண்ணு இன்னும் இருக்குன்றான். ഫ്യൂച്ചർ ഓ നൈസ് ഐറ്റം കേട്ടോ, ചെയ്തേക്കുന്ന കൊള്ളാം. അത് കൊള്ളായിരുന്നു. ഈ ഫ്രെയിം എടുത്തു വെച്ചാൽ തന്നെ VFX വർക്ക് തന്നെ കുറേ നോക്കാനുണ്ട്. நம்ம இப்போ எவல்யூஷன்ஷிப்ல இருக்கோம். இந்த சிச்சுவேஷன்ஷிப், டெக்ஸ்லேஷன்ஷிப், கஃபிங், டெல்யூஷன்ஷிப், பிரெட் கிரம்பிங், பெஞ்சிங், நானோஷிப்பை விட ஒரு பியூரான ரிலேஷன்ஷிப் தான் எனக்கு வேணும். உனக்கு புரிஞ்சிடுச்சுல? இப்படிப்பட்ட ஒருத்தன் இந்த காலத்துல லவ்ல ஜெயிச்சிட முடியுமா? இல்ல எங்க அண்ணன் சூரியன் தான் விட்டுருவானா? ஓ லவ் இன்சூரன்ஸ் கம்பெனி കോമഡി ലൈനാണ് എന്തായാലും. അപ്പം இதெல்லாம் தாண்டி வானோட எப்படி சேர போறா? இவ்வளவு பண்ண தெரிஞ்ச அந்த பிரபஞ்சத்துக்கு அதையும் பண்ண தெரியும். അനിരുദ്ധിൻ്റെ മ്യൂസിക്കും കൂടിയാണ്. അപ്പോൾ ഏതായാലും ബാക്ക്ഗ്രൗണ്ട് കേട്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആ ഒരു സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മിഷൻ ഇമ്പോസിബിൾ, യാഷ് നായകനാവുന്ന മിഷൻ ഇമ്പോസിബിൾ സിനിമ, അപ്പം ടോം ക്രൂസിൻ്റെ കയ്യിൽ നിന്ന് യാഷിൻ്റെ കയ്യിലേക്ക് വന്നതായിരിക്കും. ബട്ട് എനിവേ ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. ഇതിൽ VFX സംഭവങ്ങൾ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ജെൻസി കാലഘട്ടത്തിലെ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മുന്നിലേക്ക് പോയിട്ടുണ്ടോ, അപ്പോൾ അതിൽ നിന്ന് വലിയൊരു ചേഞ്ച് വന്നതായിട്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. കുറച്ച് ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഹോളിവുഡിൽ ഞാൻ കണ്ടിട്ടുള്ള കുറേ സംഭവങ്ങളുടെ ഒരു സിമിലാരിറ്റി എനിക്കിവിടെ ഫീൽ ചെയ്തു. ആ ഒരു വിഷ്വൽ, ആ ഒരു വേൾഡ് ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും തമിഴ് സിനിമകളിലൊരു പാറ്റേൺ എന്ന് പറയുന്നത് കോമഡി പിടിക്കുക എന്നുള്ളൊരു ലൈനാണ്. അവർ ആ ഒരു സ്റ്റോറിക്ക് അത്രയും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അതായത് ടിപ്പിക്കലായിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ഫ്യൂച്ചറിൽ അവർ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആകെ ഒരു ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ട്രൂ ലവ് എന്നൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ഈ ട്രൂ ലവ് എന്നൊരു കൺസെപ്റ്റ് അവിടെ നിലനിർത്താനും വില്ലൻ സമ്മതിക്കില്ല. കാരണം പുള്ളിയുടെ ഇൻഷുറൻസ് കമ്പനിക്ക് അതൊരു നഷ്ടമായിരിക്കും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ട്രൂ ലവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന നായകനും നായികയും ഒരു കോമഡി എൻ്റർടൈനറിന് പറ്റിയിട്ടുള്ള ഒരു തീമാണ് സിനിമയ്ക്ക് അവർ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളായിരിക്കും സിനിമയിൽ ഉണ്ടാകുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ഏതായാലും നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് മിറായ് എന്ന് പറയുന്ന തെലുഗു സിനിമയുടെ ട്രെയിലർ കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. മഞ്ജു മനോജാണ് അപ്പോൾ അതിൽ നായകനായിട്ട് വരുന്നത്. അമ്മോ, നീ അന്വേഷിക്കുന്ന ആളും അഡ്രസ്സും ഞാനല്ല. ഈ ദുനിയാവിൽ ഒന്നും നിന്നെയല്ല, എല്ലാം ടെമ്പററിയാണ്. ഇത് നിന്റെ അടുത്ത്, നാളെ എന്റെ അടുത്ത്. വിഷ്വല് ആൻഡ് VFX എന്താ ഉണ്ടായെന്ന് വേ ബിയോണ്ട്. ഓ ഓ നക്ഷത്രം
അവർ ചെയ്തേക്കുന്ന വർക്ക് അവന്റെ കയ്യിൽ കിട്ടിയാൽ പവിത്രമായ ഗംഗ രക്തരൂക്ഷിതമാകും. തിരുമ്പി വന്ന ടച്ച്. രാമൻ ജന്മമെടുത്ത ത്രേതായുഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരായുധമാണ്. വിഷ്വലും എന്നെ കാണാത്ത ആളുകൾ പോലും എന്നെ വിശ്വസിച്ചു. അപ്പോൾ വെപ്പണാണ്. കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മയും വിശ്വസിച്ചു. മിറായി എന്ന് പറയുന്ന മിക്കവാറും വെപ്പണായിരിക്കും തോന്നുന്നു. ഇനി അത് വിശ്വസിക്കേണ്ടത് ഞാൻ മാത്രമാണ്. നൈസ്. ഓ അടിപൊളി. ഓ മാൻ. ഇതാണ് ചരിത്രം, ഇതാണ് ഭാവി. ജയറാം പൊളി. ഓ ഇതെന്തുവാടെ ഇത്? ജാതി വർക്ക്. ഈ മഹാകാര്യം പൂർത്തീകരിക്കാൻ നിന്റെ ശക്തിക്ക് അതീതമായ മറ്റൊരു ശക്തിയുടെ സഹായം ഒബ്വിയസ്ലി നമുക്കറിയാം, പുരാണമായിട്ട് കണക്ട് ചെയ്തേ വരുള്ളൂ. ഒരു വൻ അണ്ടർടേക്കിങ് തന്നെയാണ്, ഒന്നും പറയാനില്ല. എസ്പെഷ്യലി വി എഫ് എക്സ്, ആ ഒരു വർക്ക് അവർ ചെയ്തിരിക്കുന്ന ആ വിഷ്വലും അതിൻ്റെ അകത്തുള്ള ഒരു ഇഫക്ട്സും കാര്യങ്ങളും കൂടി ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഹൈ ക്ലാസ് ഹോളിവുഡിനേക്കാളും അവരെ പോലും പലപ്പോഴും ഇപ്പം നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഹെവി വർക്കാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല, കിഡ് വർക്ക്, ഒരു ഫ്ലോലെസ് ആയിട്ട്. എന്ത് രസമാണ്. ഇപ്പം നമ്മുടെ കൈ കൂടെ ഇങ്ങനെ വിടുന്ന നമ്മുടെ പഴയ കത്തന ഐറ്റം ഒക്കെ ഉണ്ടല്ലോ, അന്ന് അത് സംഭവമാണ്. ഇന്നിപ്പം മിക്ക സിനിമകൾ ഈവൻ ഇംഗ്ലീഷിൽ പോലും ഹോളിവുഡിൽ പോലും പലപ്പോഴും ഞാനത് കാണുന്നുണ്ട്. ദിസ് ഈസ് വേ ബിയോണ്ട് ദാറ്റ്. ഒരു രക്ഷയില്ല. അതിൻ്റെയൊക്കെ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ഐറ്റം തന്നെ അതാണ് വരാൻ പോകുന്നത്. ഇതൊക്കെ കാണേണ്ടത് തന്നെയാണ്. പിന്നെ സ്റ്റോറി ലൈനും എനിക്ക് നല്ല ഹോപ്പുണ്ട്. അത്രയും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ജയറാം വരുന്നുണ്ട്, ശ്രേയാ സരൺ, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. ഒന്നുമില്ലെങ്കിലും ഇതിൻ്റെ സൗണ്ട് ആൻഡ് വിഷ്വൽ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് സിനിമ തിയേറ്ററിൽ പോയി കാണാം. അത്രയും എനിക്കിത് കാണണമെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ എന്താണ് അഭിപ്രായം? അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.